നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രേവന്ത് റെഡ്ഡിയുമായി ബന്ധപ്പെട്ടത്. തെലങ്കാന. ഈ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടന്ന കുറേ ദിവസങ്ങളിൽ കേരളത്തിലെ പ്രമുഖ ദിനപത്രങ്ങളുടെ എല്ലാം മുൻ പേജിൽ ഇടം പിടിച്ച ഒരു മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. തെലങ്കാനയിലെ നിന്നുള്ള തെലങ്കാന അവിടെ വികസിച്ചു, ഇവിടെ വികസിച്ചു, അങ്ങനെ ഇനി വികസിക്കാൻ തെലങ്കാന വേറൊന്നുമില്ല, ഇനിയും കൂടുതൽ വികസിച്ചാൽ ചിലപ്പോൾ തെലങ്കാനയുടെ സഭ പൊട്ടിത്തെറിച്ചു പോകും എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, തെലങ്കാനയുടെ വികസന പദ്ധതികളെക്കുറിച്ചൊക്കെ വാതോരാതെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടായിരുന്നു പത്രപരസ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും അന്ന് കേരളത്തിലുണ്ടായിരുന്ന ഒരു പറ്റം ആളുകൾക്ക് തോന്നി, ഈ രേവന്ത് റെഡ്ഡിയുടെ പരസ്യം എന്തിനാണ് അപ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മോശമല്ലേ? ഇവിടെ കേരളത്തിലെ വികസന പദ്ധതികൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അങ്ങനെ ആരോടെങ്കിലും വെളിയിലിറങ്ങി എന്ന് പറഞ്ഞാൽ പോലും ഉടനെ പ്രതിപക്ഷം പറയുന്നത് ആ പറഞ്ഞതിനകത്ത് PR വർക്കിൻ്റെ വകയിൽ 1.5 കോടി രൂപ ചിലവായി എന്ന് പറയും. അത് പൊതുഖജനാവിൽ നിന്നെടുത്താണ് സർക്കാർ ചിലവാക്കിയത് എന്ന് നമ്മുടെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കും. ഇതായിരുന്നു നിലവിലുള്ള ഒരു പരിസ്ഥിതി. ആ സമയത്താണ് രേവന്ത് റെഡ്ഡി ഇങ്ങനെ നിരന്തരം പരസ്യം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ ഇതൊരു ട്രെയിലർ ആയിരുന്നു എന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ രേവന്ത് റെഡ്ഡി കേരളത്തിലേക്ക് എത്തിയതിനു ശേഷം രേവന്ത് റെഡ്ഡിക്ക് കേരളത്തോടങ്ങ് പരമപുച്ഛമായിരുന്നു. കേരളത്തിലോട് പരമപുച്ഛം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ നീ പോ മോനെ വിജയ എന്ന് വിളിക്കാൻ മാത്രം തൻ്റെ ഇടം രേവന്ത് റെഡ്ഡി കാണിച്ചു. എന്നാൽ ഈ തൻ്റെ ഇടത്തിനുള്ള മുതലുണ്ടോ ഈ രേവന്ത് റെഡ്ഡി? കാരണം നീ പോമോനെ വിജയ എന്ന് പറയുകയും എക്സ്പയറി ഡേറ്റ് കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുകയും ചെയ്യാൻ മാത്രം തൻ്റെ ഇടം, ചങ്കുറപ്പ് എങ്ങനെയാണ് ഈ രേവന്ത് റെഡ്ഡിക്ക് കിട്ടിയത്? അതും മാത്രമല്ല, ഈ രേവന്ത് റെഡ്ഡിക്ക് ഒരുപക്ഷെ RSSൻ്റെ സംഘടനയായ, വിദ്യാർത്ഥി സംഘടനയായ ABVPയിൽ പ്രവർത്തിച്ചുള്ള പരിചയം കൊണ്ടായിരിക്കും ഇങ്ങനെ വിവരക്കേട് പറയുന്നത്. അതുമല്ലെങ്കിൽ TRSലേക്ക് തെലങ്കാന രാഷ്ട്രസമിതിയിൽ വർക്ക് ചെയ്തതിൻ്റെ ഗുണഗണമായിരിക്കും. അതുമല്ലെങ്കിൽ TDP തെലുങ്ക് ദേശം പാർട്ടിയിൽ പ്രവർത്തിച്ചതിൻ്റെ എന്തെങ്കിലും പരിചയം കൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് 3-4 പാർട്ടി മാറി ഒടുവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എത്തി നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു നേതാവ്. ഈ രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ തിരിച്ച് ഘർവാപ്പസി പോലെ BJPയിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു നേതാവ് കൂടിയാണ് രേവന്ത് റെഡ്ഡി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇനി രേവന്ത് റെഡ്ഡി ധാരാളമായി പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താണ് തെലങ്കാനയുടെ ഒരവസ്ഥ? കേരളത്തിൻ്റെ അവസ്ഥയെ വെച്ച് പരിഗണിക്കുമ്പോൾ ഈ തെലങ്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ആകെ നാശകോശമായി കിടക്കുന്നൊരു സ്ഥലമാണ്. ഗുജറാത്തിനെ പോലെ വികസിപ്പിച്ചെടുക്കുമെന്നാണ് ഒരു ഘട്ടത്തിൽ ഈ രേവന്ത് റെഡ്ഡി നരേന്ദ്രമോദിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത്. നരേന്ദ്രമോദി എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് എന്ന് പറഞ്ഞിരുന്നു. ആ ഗുജറാത്ത് മോഡൽ വികസനമാണ് തെലങ്കാനയിൽ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിനോട് അല്പം നയം കാണിച്ചു പോകുന്ന ഒരു നേതാവ് കൂടിയാണ് രേവന്ത് റെഡ്ഡി. ഈ രേവന്ത് റെഡ്ഡിയുടെ സ്വന്തം നാട്ടിൽ തെലങ്കാനയിൽ നമ്മൾ പത്രപരസ്യങ്ങൾ കണ്ടില്ലേ? ആ പത്രപരസ്യം കൊടുക്കുന്ന നാട്ടിൽ രേവന്ത് റെഡ്ഡി നടത്തുന്ന ആ സർക്കാരിൽ 60% ആൾക്കാർ അഴിമതിക്കാരാണ്. 60%. എന്നാൽ ഇതിൽ അതെന്ന് വെച്ചാൽ 60-നപ്പുറം 67-68% അഴിമതിക്കാരുള്ള ഒരു സംസ്ഥാനമാണ് ഈ രേവന്ത് റെഡ്ഡിയുടെ സ്വന്തം നാടായ തെലങ്കാന. കോൺഗ്രസ്സുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണല്ലോ ഈ പറയുന്ന തെലങ്കാന. അവിടുത്തെ അഴിമതി കഥയാണ് പറയുന്നത്. നമ്മൾ ഈ തെലങ്കാനയുടെ കാര്യം കണ്ടപ്പോൾ കേരളത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ കേരളം ഈ പറയുന്ന ലിസ്റ്റിൽ എങ്ങും ഉൾപ്പെട്ടിട്ടില്ല. കാരണം ഏറ്റവും കുറവ് അഴിമതി നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കേരളത്തെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളം ആ ലിസ്റ്റിനൊക്കെ പുറത്താണ്. കാരണം എന്താ? അവിടെ അഴിമതിയേ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിലാണ് ഈ നമ്മൾ പരിശോധിക്കുമ്പോൾ ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ്, ഏറ്റവും മികച്ച ഭരണ സംവിധാനമുള്ള സംസ്ഥാനം എന്നുള്ള ഒരു പ്രത്യേകത കൂടി കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് രേവന്ത് റെഡ്ഡി നിങ്ങൾ അറിയേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം 2025 മാത്രം 199 അഴിമതി കേസുകളാണ് ഈ പറയുന്ന രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാനയിൽ. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയെ സംവാദത്തിന് വിളിച്ചില്ലേ? ആ തെലങ്കാനയിലുള്ളത് 199 അഴിമതി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്ത്
അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ മായം ചേർക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആ സംസ്ഥാനത്തിന് ഒറ്റ പേരേ ഉള്ളൂ, തെലങ്കാന. ഈ രേവന്ത് റെഡ്ഡിയുടെ നാട്ടിൽ. അത് ഭക്ഷണത്തിൽ മാത്രമല്ലെന്നേ, മനുഷ്യന് ആവശ്യമുള്ള 2 കാര്യങ്ങളിൽ. ഭക്ഷണം, ഒന്ന് ഔഷധം. ഈ ഭക്ഷണത്തിലും ഔഷധത്തിലും മായം കലർത്തുന്നതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതും തെലങ്കാനയാണെന്നേ. എന്നാലോചിച്ച് നോക്കൂ. ഇതാണ് നമ്മുടെ സംസ്ഥാനവുമായി താരതമ്യം ചെയ്യാൻ വന്ന് നിൽക്കുന്ന രേവന്ത് റെഡ്ഡിയുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ. അഴിമതി 67%, മായം ചേർക്കുന്നതിൽ 1-ാം സ്ഥാനം, അഴിമതിയുടെ കാര്യത്തിൽ 5-ാം സ്ഥാനം. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ അതിന് ശേഷം 4 സംസ്ഥാനങ്ങളേ ഉള്ളൂ പിന്നെ ഇവർക്ക് മുന്നിലായിട്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പറയുന്നല്ലോ, ഡ്രഗ് പെഡലേഴ്സിൻ്റെ ഏറ്റവും വലിയ ഏരിയയാണ് കേരളം. ഡ്രഗ്സ് ധാരാളമായി കേരളത്തിൽ ഒഴുകുകയാണ്. സംസ്ഥാന സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ. രേവന്ത് റെഡ്ഡി പോലും പറയുന്നത് അങ്ങനെയല്ലേ. ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനവും വിതരണവും ഒക്കെ നടക്കുന്ന ഇടങ്ങളിലേക്ക്, കർണാടക സംസ്ഥാനത്തേക്ക് ഇരച്ചു കയറിപ്പോയ കേരള പോലീസിൻ്റെ ചരിത്രം നമ്മുടെ കയ്യിലുണ്ട്, നമുക്കറിയാം. അങ്ങനെ ഈ ഡ്രഗ്സിൻ്റെ അത് ഒറിജിൻ അന്വേഷിച്ച് അതിൻ്റെ ഉറവിടം അന്വേഷിച്ച് കേരള പോലീസ് യാത്ര ചെയ്തത് നമുക്കറിയാം. ഇനി ഇവിടെ പിടിക്കപ്പെടുന്ന കേസുകളുണ്ട്. ആ കേസുകളിൽ 99% കൺവിക്ഷൻ റേറ്റ്, അതായത് ശിക്ഷിക്കുന്ന 99% പേരെയും ശിക്ഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ്. എന്നാൽ അവിടെയുണ്ട് തെലങ്കാന. ഇവിടെ കൺവിക്ഷൻ റേറ്റ് എത്രയാണെന്നറിയോ? 11 മുതൽ വെറും 17% വരെയാണ് അവിടുത്തെ കൺവിക്ഷൻ റേറ്റ്. എന്ന് വെച്ചാൽ 100 പേരെ ഡ്രഗ് പെഡ്ലേഴ്സിനെ പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡ്രഗ് മാഫിയായിട്ട് ബന്ധപ്പെട്ട് 100 പേരെ പിടിക്കുമ്പോൾ അതിൽ ശിക്ഷിക്കപ്പെടുന്നത് 11 പേരാണ്. കേരളത്തിലാകട്ടെ 99 പേരും ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതാണ് കേരളവും നമ്മൾ ഈ പറയുന്ന റെഡ്ഡിയുടെ തെലങ്കാനയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇതൊക്കെയാണ് വ്യത്യാസങ്ങളുടെ പട്ടികയിൽ വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരോഗ്യരംഗം താറുമാറായി കിടക്കുന്നു. അവിടുത്തെ ആൾക്കാർക്ക് പെൻഷൻ മുടങ്ങിയിട്ട് 25 മാസമായി. ആ 25 മാസം വന്ന് 2 വർഷം കഴിയുന്നു. 2 വർഷത്തോളമായി ആ നാട്ടിലുള്ളവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തിലുള്ളവർക്കോ? ഉമ്മൻചാണ്ടി രേവന്ത് റെഡ്ഡിയെക്കാട്ടി ഭേദമായിരുന്നു കേട്ടോ. 18 മാസം മാത്രമേ പെൻഷൻ കുടിശ്ശിക വരുത്തിയിട്ടുള്ളൂ. അവിടെ ശമ്പളം കുടിശ്ശിക കിടപ്പുണ്ട്. അവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കുടിശ്ശിക കിടപ്പുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 5000 കോടി രൂപയോളം കൊടുക്കാനുണ്ട്, കുടിശ്ശിക കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ സകല മേഖലകളിലും കുടിശ്ശിക കിടക്കുന്നു. ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകൾക്ക് അവരുടെ എന്താ പറയുക, സർക്കാർ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് സ്വന്തമായി കെട്ടിടം പോലും ഇല്ലാത്ത അവസ്ഥ. പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തം പാഠഭാഗങ്ങൾ പോലും വായിച്ച് പഠിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇതാണ് രേവന്ത് റെഡ്ഡി സ്വപ്നം കാണുന്ന കേരളം. ഇങ്ങനെ ആകണം പിന്നെ രേവന്ത് റെഡ്ഡി സ്വപ്നം കാണുന്ന കേരളം. അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്ന UDFന്റെ പ്രധാന കക്ഷി സ്വപ്നം കാണുന്ന കേരളം രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാന ആവണം, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, നികേഷ് കുമാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇനിയും ഇവിടുത്തെ കേരളത്തിലെ ഏത് നേതാവിനെ പറഞ്ഞാലും പരിപ്പെടുക്കും എന്ന് പറയുന്നതിന് കാരണം അതാ, ഇത് കേരളമാണെന്നേ. ഇവിടെ ഞങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കാൻ ചങ്കുറപ്പുള്ള ഒരു നേതാവ് ഞങ്ങൾക്കുണ്ട്. ആ നേതാവിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. ഈ പറയുന്ന പോലെ നിങ്ങൾക്കൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ പലരും പല ദിശയിലേക്ക് കൈ ചൂണ്ടുന്ന അവസ്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. ആ ജനാധിപത്യ മുന്നണിക്ക് ഒരു നേതാവുണ്ട്. ആ നേരുള്ളൊരു നേതാവിൻ്റെ പിന്നാലെ തന്നെയാണ് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രേവന്ത് റെഡ്ഡി ഇവിടെ ഇറങ്ങി നിന്ന് കളിക്കുമ്പോൾ അല്പം ഇവിടെ വന്ന് ഗൃഹപാഠം പഠിക്കണം. അല്ലാതെ KC വേണുഗോപാലോ VD സതീശനോ കനകോലുവോ എഴുതി തരുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് നിന്നിട്ട് പ്രസംഗിക്കാൻ നിൽക്കരുത്. കാരണം മനസ്സിലാക്കുക, ഇത് കേരളമാണ്. എങ്ങനെയൊക്കെ ഏത് തട്ടിൽ വെച്ച് തൂക്കിയാലും ശരി, ഈ കേരളം തെലങ്കാനയുടെ മുന്നിൽ നട്ടല് നിവർത്തി തന്നെ നിൽക്കാൻ ചങ്കുറപ്പുള്ളവരുടെ നാട് കൂടിയാണെന്ന് ഓർക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.